പന്തിരുകുലത്തിലെ പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുത കഥ പറയുന്ന കേരളത്തിലെ ക്ഷേത്രം അതാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. പെരുന്തച്ഛൻ സ്വന്തം മകന്റെ അകാല നിര്യാണത്തിന് താൻ തന്നെ കാരണക്കാരനായ ആ ഒരു മനപ്രയാസം മൂലം നാടും വീടും ഒക്കെ വിട്ട് ചുറ്റിത്തിരിയുന്ന ഒരു കാലഘട്ടം. ആ അവസരത്തിൽ അദ്ദേഹം പന്നിയൂർ എത്തിച്ചേരുന്നു. പുനരുദ്ധാരണ പ്രവർത്തികൾ നടക്കുന്ന ക്ഷേത്ര പണിപ്പുരയ്ക്കരികിൽ വളരെ ക്ഷീണിച്ച അവശനും പ്രാകൃതവേഷക്കാരനുമൊക്കെ ആയ പെരുന്തച്ഛൻ എന്തെങ്കിലും കിട്ടുമോ എന്ന ഉദ്ദേശത്തിൽ കുറേ നേരം ഇരുന്നുവെങ്കിലും ഭക്ഷണത്തിന് പിരിഞ്ഞു പോകുന്ന സമയം തന്നോട് യാതൊരു ആതിഥ്യ മര്യാദ പോലും കാണിക്കാതെ പോയ സ്വന്തം കുലത്തിലെ പ്രവർത്തിക്കാരുടെ പെരുമാറ്റത്തിൽ വളരെയധികം വേദന തോന്നി. അങ്ങനെ മനസ്സിൽ വേദന തോന്നിയ അദ്ദേഹം പണിപ്പുരയിലേക്ക് കയറുന്നു. ഒട്ടാകെ ഒന്ന് വീക്ഷിക്കുന്നു. ശ്രീകോവിലിന് പണി കഴിച്ച കഴുക്കോലുകളുടെ തലപ്പത്ത് ഓരോ വരയിട്ട് വെച്ച് മെല്ലെ സ്ഥലമിടുന്നു. ഭക്ഷണം കഴിക്കാൻ പോയ ആശാരിമാർ ഭക്ഷണശേഷം തിരിച്ചെത്തി. അവർ അവസാന പണിക്കിടയിൽ വര കണ്ട സ്ഥലത്തെ എല്ലാ കഴുക്കോലുകളും മുറിച്ച് ശരിയാക്കി. കൂട്ടുകൂട്ടി നോക്കും വേളയിൽ കഴുക്കോലകളുടെ നീളക്കുറവിൽ അവർക്ക് അതിശയം തോന്നി. കാര്യം മനസ്സിലാക്കിയ മൂത്താശാരി ചതിച്ചല്ലോ, ഈശ്വര, ആരാണ് ഈ പണി ചെയ്തത് എന്ന് ഉറക്കെ നിലവിളിച്ചു. എടുത്ത പണി പാഴായിപ്പോയാൽ ജീവിതം മുഴുവൻ പിന്നെ തൊഴിലില്ലാതെയാവില്ലേ, ജീവനും ആപത്ത്. ഇങ്ങനെയൊക്കെ വിഷമിച്ച് വേദനിച്ചിരിക്കുമ്പോഴാണ് തങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ പണിപ്പുരയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാക്കിപ്പോയ ആ ഭ്രാന്തനെ പോലെയുള്ള കാരണവരെക്കുറിച്ച് ഓർത്തത്. അസാമാന്യനായ അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ കുലശ്രേഷ്ഠനായ പെരുന്തച്ഛനായിരിക്കുമെന്ന് അവരിൽ ആർക്കോ ഒരു തോന്നൽ തോന്നി. പശ്ചാത്താപം തോന്നി. എല്ലാവരും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മാപ്പപേക്ഷിക്കാൻ ചിന്തിച്ച് അങ്ങനെ ആ രാത്രി കഴിച്ചുകൂട്ടി. രാത്രി സമയത്ത് ഗംഭീര തട്ടുമുട്ടും ഇതൊക്കെ കേട്ട് എല്ലാവരും പണിപ്പുരയിലേക്ക് ഓടി. ശ്രീകോവിൽ മേൽക്കൂര കൂട്ടുകൂട്ടി അവസാന പണിയുടെ മേളമാണ് തങ്ങൾ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അവർ അതിനു മുകളിൽ മുൻപ് കണ്ട പ്രാകൃതനായ കാരണവരെയാണ് കണ്ടത്. ഇത് ഒരു പറഞ്ഞു കേട്ട കഥ. മൂത്താശാരി അടക്കം എല്ലാവരും തങ്ങളുടെ തെറ്റേറ്റു പറഞ്ഞ് അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചത്രേ. സങ്കടത്തോടെ അപേക്ഷിച്ചു, ഇവിടെ കൊണ്ട് ഞങ്ങൾ കുറച്ചു പേർ നിത്യവും കഞ്ഞി കുടിച്ചിരുന്നു. അങ്ങയുടെ ഈ പണി ഞങ്ങളെ വിഷമത്തിലാക്കിയല്ലോ. ചിരിച്ചുകൊണ്ട് പെരുന്തച്ഛൻ പറഞ്ഞത്രേ, പന്നിയൂരമ്പലം പണി മുടിയില്ല മക്കളെ, നമ്മുടെ കുലത്തിൽ ഒരുവന് നിത്യവും ഇവിടെ തൊഴിൽ ലഭിക്കും. സമാധാനിക്കുക, ഇന്നു മുതൽ ഞാൻ ഉളിയും മുഴക്കോലും തൊടുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ വെച്ച് ഇറങ്ങിപ്പോയി. അതാണ് പന്നിയൂരമ്പലത്തിൽ ചെന്നാൽ ഇന്നും കാണുന്ന ഉളിയും മുഴക്കോലും എന്നാണ് ഐതിഹ്യം. 1983 ശേഷം ഇവിടെ നടത്തിയ ദൈവപ്രശ്നങ്ങളിൽ നിന്നും ക്ഷേത്രം നാൾക്ക് നാൾ ഐശ്വര്യപ്പെട്ട് തിരുപ്പതി, ഗുരുവായൂർ, ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളെപ്പോലെ പ്രശസ്തിയിലേക്ക് ഉയരുമെന്നും കാണുന്നു. ശ്രീവരാഹമൂർത്തി ഭഗവാൻ ഇന്നാട്ടിലെ ജനങ്ങളെ അനുഗ്രഹിക്കാനായി പ്രഭാമയനായി ഇവിടെ വീണ്ടും അവതരിച്ചു കഴിഞ്ഞുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവിധ തരത്തിലുള്ള തെളിവുകൾ അനുഭവിച്ചറിയുന്നതിനായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവർ അഭീഷ്ടസിദ്ധി, അതായത് വിചാരിച്ച കാര്യം മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നടക്കുക എന്ന അനുഗ്രഹം വരാഹമൂർത്തിയിൽ ഭക്തിയുള്ളവർക്ക് ലഭിക്കുന്നതായി ഭക്തർ പറയുന്നു. തങ്ങളുടെ നേരെ വരുന്ന ഏതൊരു ആപത്തും മല പോലെ വന്ന് മഞ്ഞുപോലെ പോയതിന് കാരണം വരാഹമൂർത്തിയുടെ അനുഗ്രഹമാണ് എന്നാണ് ഈ പ്രദേശത്തെ ഭക്തന്മാർ പറയുന്നത്. അതിനാൽ തന്നെ വരാഹമൂർത്തിയിൽ ഭക്തിയുള്ള ഭക്തജനങ്ങളുടെ സംഖ്യ നാൾക്ക് നാൾ കൂടുകയാണ്. കേരളത്തിൽ വരാഹരൂപത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാന ക്ഷേത്രമാണിത്. ചിത്രഗുപ്തന്റെയും യക്ഷിയുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. വലിയൊരു കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും കാണികൾക്കിരിക്കാവുന്ന വിശാലമായ മൈതാനവും ഇവിടെയുണ്ട്. ചരിത്ര പ്രശസ്തമായ പന്നിയൂർ തുറക്ഷേത്രത്തിന് തൊട്ടുവടക്കായി സ്ഥിതി ചെയ്യുന്നു. വരാഹമൂർത്തി ക്ഷേത്രത്തിന് തൊട്ടു തെക്ക് ഭാഗത്തായി പരശുരാമൻ നിർമ്മിച്ച മത്സ്യതീർത്ഥം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. അഭീഷ്ടസിദ്ധി പൂജ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂജയാണ്. ഈ പൂജ മനസ്സിൽ പ്രാർത്ഥിച്ച് വരാഹമൂർത്തിയെ ഭജിച്ചാൽ അഭീഷ്ടകാര്യം സാധിക്കുമെന്ന് ഭക്തജനങ്ങൾ കരുതുന്നു. ലക്ഷ്മി നാരായണ പൂജ വിവാഹപ്രാപ്തി. ശ്രീ വരാഹമൂർത്തി ശ്രീകോവിലിന് തൊട്ടുകിടക്കുന്ന മറ്റൊരു പ്രധാന ശ്രീകോവിലാണ് ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഗർഭഗൃഹം. ഇവിടെ ലക്ഷ്മി നാരായണ ഭഗവാന് സ്വന്തം നക്ഷത്ര ദിവസം തുടർച്ചയായ 3 മാസം പ്രത്യേക രുക്മിണി കൃഷ്ണ പൂജ നടത്തിയാൽ മംഗല്യക്ഷിപ്ര സാധ്യമെന്ന് പല ഭക്തന്മാർക്കും അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഈ പൂജ തുടങ്ങുന്നതിന് മുൻപ് ശ്രീ വരാഹമൂർത്തിക്ക് അഭീഷ്ടസിദ്ധി പൂജ നടത്തിക്കൊള്ളാമെന്ന് നേർന്നിരിക്കേണ്ടതും നിർബന്ധമാണത്രേ. അഭീഷ്ടകാര്യം നേടാനായി പന്നിയൂർ ശ്രീ വരാഹമൂർത്തിയെ ഉച്ചയ്ക്കും ദീപാരാധന സമയത്തും വന്ന് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് എന്നും ഭക്തർ കരുതുന്നു. ചന്ദനം ചാർത്തിയ ആഭരണങ്ങൾ അണിഞ്ഞ് ജ്വലിക്കുന്ന ആ തേജസ്സിൽ മനസ്സിനെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് നിർവൃതി നേടിയാൽ അഭിഷ്ടം താനെ നടന്നുകൊള്ളുമെന്നാണ് അവരുടെ വിശ്വാസം. അതിനാൽ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്താനും സ്വന്തം അഭീഷ്ടകാര്യ സാധ്യത്തിനായി പ്രാർത്ഥിക്കാനും കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യാനും ഒക്കെ ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തരും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.